ഹേ ഫ്രണ്ട്സ് നമസ്കാരം. ഇന്ന് നമ്മൾ HTML-ലെ ഇൻലൈൻ സ്റ്റൈൽ അല്ലെങ്കിൽ സ്റ്റൈൽ ആട്രിബ്യൂട്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് നമുക്ക് ഒരു ടാഗിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സ്റ്റൈലിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രോപ്പർട്ടി നെയിംസും പ്രോപ്പർട്ടി നെയിംസും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് കളർ കൊടുക്കാൻ വേണ്ടി, ഒരു ടെക്സ്റ്റിന് കളർഫുൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നെയിമാണ് കളർ. പിന്നെ ഒരു എക്സാമ്പിൾ എഴുതുകയാണ്, പി ടാഗ് ക്രിയേറ്റ് ചെയ്ത് പി ടാഗിന്റെ കൊടുക്കുകയാണ് ദിസ് ഈസ് ബ്ലൂ ടെക്സ്റ്റ്. ബ്ലൂ ടെക്സ്റ്റ് ഞാൻ റീഫ്രഷ് ചെയ്ത് ഇവിടെ എനിക്ക് ടെക്സ്റ്റ് വന്നു. എന്ത് ചെയ്യുന്നത്, ഈ ടെക്സ്റ്റിന്റെ കളർ മാറ്റണം. ഡിഫോൾട്ട് ആയിട്ട് ഏത് കളറാണ്? ബ്ലാക്ക് നിന്ന് എനിക്ക് നീല കളറിലോട്ട് മാറ്റണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്റ്റൈൽ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻലൈൻ CSS യൂസ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ചെയ്യാമെന്ന് വെച്ചാൽ സ്റ്റൈൽ ഒരു ആട്രിബ്യൂട്ട് ആണ്. അത് എവിടെ കൊടുക്കണം? ഓപ്പണിംഗ് ടാഗിന്റെ ഉള്ളിൽ കൊടുക്കണം. സ്പേസ് ഇട്ടിട്ട് സ്റ്റൈല്. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ടെക്സ്റ്റിന്റെ കളറാണ് മാറ്റാനുള്ളെങ്കിൽ കളർ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്, അതിൻ്റെ അകത്ത് വാല്യൂ കൊടുക്കണം. അപ്പൊ നമ്മളൊരു വാല്യൂ കൊടുക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: പ്രോപ്പർട്ടി നെയിം കോളൻ വാല്യൂ സെമി കോളൻ. അടുത്തതുണ്ടെങ്കിൽ വീണ്ടും സ്പേസ്, അടുത്ത പ്രോപ്പർട്ടി നെയിം കോളൻ വാല്യൂ, അല്ലെങ്കിൽ എൻ്റർ അടിച്ചിട്ട് പ്രോപ്പർട്ടി നെയിം കോളൻ വാല്യൂ സെമി കോളൻ. ഓക്കെ, അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഇനി ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്താവും? ടെക്സ്റ്റിന്റെ കളർ നീലയായിട്ട് വരും. അപ്പൊ എന്താണ് ചെയ്തത്? ജസ്റ്റ് ഒരു പ്രോപ്പർട്ടി, ഞാൻ വേറൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. വേറെ വേരിയബിളിൽ ടാഗ് ക്രിയേറ്റ് ചെയ്യാണ്. ദിസ് ഈസ് ഗ്രീൻ ടെക്സ്റ്റ്. അപ്പൊ എനിക്ക് പച്ച കളർ കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റൈൽ എന്നുള്ള ആട്രിബ്യൂട്ട് വിളിക്കണം, കളർ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഏത് കളറാണ് കൊടുക്കുന്നത് അതിന്റെ വാല്യൂ കൊടുക്കുക, റീഫ്രഷ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ താഴെ ഈ സ്ക്വയറിൽ കൊണ്ട് ഹോവർ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടും ഇഷ്ടമുള്ള കളർ ഇങ്ങനെ ചൂസ് ചെയ്യാം. മാറിയതാണ്, കുറച്ചും കൂടി ഡാർക്കിലോട്ട് പോവാം. ഓക്കെ, ഇങ്ങനെയാണ് ടെക്സ്റ്റ് കളർ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കളർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കളർ ക്രിയേറ്റ് ചെയ്യാം. ഒരു ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ വീണ്ടും പി ടാഗ് യൂസ് ചെയ്യുന്നു. എന്ത് കൊടുക്കാം? ദിസ് ഈസ് ഹൈലൈറ്റഡ് ടെക്സ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ടെക്സ്റ്റിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാം? സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് വിളിക്കുക. സ്റ്റൈൽ ആട്രിബ്യൂട്ട്, അതിൻ്റെ അകത്ത് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് മൈനസ് കളർ കോളം കഴിഞ്ഞിട്ട് ഏത് കളറാണ് കൊടുക്കാനുള്ള അത് നമുക്കത് കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ലൈറ്റ് ഏതെങ്കിലും ഒരു കളർ. റീഫ്രഷ് ചെയ്യണം, കണ്ട ബാക്ക്ഗ്രൗണ്ട് കളറായി. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നെയിം എന്താണ്? ബാക്ക്ഗ്രൗണ്ട് മൈനസ് കളർ. എനിക്ക് ഇതിനെ എന്ത് ചെയ്യണം? ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് ഇതിന്റെ ടെക്സ്റ്റിന്റെ കളർ മാറ്റണമെന്ന് വെച്ചോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സ്പേസ് ഇട്ടിട്ട് അടുത്ത പ്രോപ്പർട്ടി നെയിം, ടെക്സ്റ്റിന്റെ കളർ മാറ്റാൻ വേണ്ടി കളർ, അതിന്റെ പ്രോപ്പർട്ടി നെയിം എന്ത് കൊടുക്കുക? യെല്ലോ കൊടുക്കുക. റീഫ്രഷ് ചെയ്താള ബാക്ക്ഗ്രൗണ്ട് ഒരു ടൈപ്പ് ചുവപ്പും അതിന്റെ ടെക്സ്റ്റ് കളർ യെല്ലോ. ഇതേപോലെ നേരത്തെ പിടിച്ച് കൊടുക്കണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ എൻ്റർ അടിച്ചത് താഴെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു ഡബിൾ കോഡ്സിന്റെ ഉള്ളിലായിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഏത് ഓപ്പണിംഗ് ടാഗിന്റെ ഉള്ളിലായിരിക്കണം. ആ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇഷ്ടം പോലെ പ്രോപ്പർട്ടി മാറ്റി കൊടുക്കാം. ക്ലിയർ ആയോ? ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് മാറ്റാൻ പറ്റും? ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ തന്നെ കളർ മാറ്റാൻ പറ്റും. ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്? വൈറ്റിൽ. എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ അത് എവിടെയാണ് കൊടുക്കാനുള്ള? ബോഡിയിലാണ് കൊടുക്കാനുള്ള. ഡിസ്പ്ലേ ചെയ്യണ എല്ലാ സാധനവും എവിടെയാണ് വരുന്നത്? ബോഡിക്കകത്താണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ബോഡിയുടെ കളർ മീൻസ് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ നമ്മൾ എവിടെ സ്റ്റൈൽ എഴുതി കൊടുക്കണം? ബോഡിക്കകത്ത് എഴുതി കൊടുക്കണം. സ്റ്റൈല് ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഇപ്പൊ ബ്ലാക്ക് എന്ന് കൊടുത്തിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ബ്ലാക്ക് ആവും. എന്നിട്ട് ഞാൻ ഉണ്ടല്ലോ ഒരു ടെക്സ്റ്റ് എഴുതുകയാണ്, ദിസ് ഈസ് ടെക്സ്റ്റ് എന്നിട്ട് ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അത് ബ്ലാക്കിലായിപ്പോയി, കളർ ബ്ലാക്കിലായിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബോഡിയിൽ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ബോഡിക്കകത്ത് എന്ത് കൊടുക്കുക? ഞാൻ വൈറ്റ് എന്ന്
റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട വൈറ്റ് ആവും. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ടാഗിന്റെ ഒക്കെ പേരന്റ് ആരാണ്? ബോഡിയാണ്. അപ്പൊ ഞാൻ ഈ HTML പ്രത്യേകത ചൈൽഡ് പേരന്റ് റിലേഷൻഷിപ്പ് ആണ്. പേരന്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ആര് ഇൻഹെറിറ്റ് ചെയ്തെടുക്കും? ചിൽഡ്രൻസ് ഇൻഹെറിറ്റൻസ് ചെയ്തെടുക്കും. എന്തുകൊണ്ട് ബാക്കിയുള്ള ഒന്നിന്റെ കളർ മാറാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ എടുത്ത് പറഞ്ഞേക്കുകയാണ് എന്റെ ഈ ടെക്സ്റ്റ് കളർ ഈ കളറിലോട്ട് ആവണം. പിന്നെ ആ പ്രോപ്പർട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് കളറിലോട്ട് മാറും? വൈറ്റിലോട്ട് മാറും. കാരണം പേരന്റിന്റെ കളർ എന്താണ്? വൈറ്റ് ആണ്. ഓക്കെ. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ തന്നെ മാറ്റാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. സ്കൈ ബ്ലൂ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഞാൻ തൽക്കാലം ബാക്ക്ഗ്രൗണ്ടിനൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അയ്യോ അവിടെ. ഓക്കെ. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടെക്സ്റ്റ് ഡെക്കറേഷൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റിന് കുറച്ചും കൂടി ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിന് അണ്ടർലൈൻ ആഡ് ചെയ്യാൻ പറ്റും, ഓവർലൈൻ ആഡ് ചെയ്യാൻ പറ്റും. അത് കണക്ക് ലൈൻ ത്രൂ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ എന്ന് പറയുമ്പോൾ ഒരു ടെക്സ്റ്റിന്റെ താഴെ വരുന്ന ഒരു ലൈനിനെ അണ്ടർലൈൻ എന്ന് പറയുമ്പോൾ, ഓവർലൈൻ എന്ന് പറയുമ്പോൾ ആ ലൈൻ എന്ത് വരും? മുകളിൽ വരും. ലൈൻ ത്രൂ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വെട്ടിക്കളയുന്ന സംഭവത്തിനെയാണ് ലൈൻ ത്രൂ എന്ന് പറയുന്നത്. നമുക്ക് അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ഡെക്കറേഷൻ നോക്കാം. പി അതിൻ്റെ ഞാൻ കൊടുക്കുകയാണ് അണ്ടർലൈൻ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? റീഫ്രഷ് ചെയ്ത് ടെക്സ്റ്റ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? അതിന് അണ്ടർലൈൻ കൊടുക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റൈല് ആട്രിബ്യൂട്ട് വിളിക്കണം. ടെക്സ്റ്റിന് ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നെയിമാണ് ടെക്സ്റ്റ് മൈനസ് ഡെക്കറേഷൻ. അത് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വാല്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ കൊടുത്തു നോക്കാം. നമുക്ക് അണ്ടർലൈൻ കൊടുക്കാം. അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? അണ്ടർലൈൻ വാല്യൂ പാസ് ചെയ്യുക, റീഫ്രഷ് ചെയ്തുക. കണ്ടോ? ഇപ്പൊ എനിക്ക് ഓവർലൈൻ ആണ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഓവർലൈൻ വേണമെങ്കിൽ നമുക്ക് ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഓവർലൈൻ, ഇവിടെ ഈ അണ്ടർലൈൻ മാറ്റിയിട്ട് എന്ത് കൊടുത്താൽ മതി? ഓവർലൈൻ എന്ന് കൊടുത്താൽ മതി. കണ്ടോ? മുകളിൽ വന്നു. ഇനി അത് കണക്ക് ഒരു ടെക്സ്റ്റിന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് പോകണം, വെട്ടിക്കളയണം. വെട്ടിക്കളയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ ത്രൂ കൊടുക്കുക. സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ ത്രൂ കൊടുക്കുക. ലൈൻ മൈനസ് ത്രൂ. ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലൈൻ ത്രൂ ആയിട്ട് മാറും. അപ്പൊ ഇതൊക്കെയാണ് ടെക്സ്റ്റ് ഡെക്കറേഷൻ. ഇതിനകത്ത് കുറച്ച് വാല്യൂസ് ഉണ്ട്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ അണ്ടർലൈൻ ആകുമ്പോൾ താഴെ വരും, ഓവർലൈൻ ആകുമ്പോൾ മുകളിൽ വരും. സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നതാണ് ഫോണ്ട് ഫാമിലി, ഫോണ്ട് സൈസ്. അപ്പൊ ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റിന്റെ ടെക്സ്റ്റ് സ്റ്റൈൽ മൊത്തം മാറ്റാൻ പറ്റും. ടെക്സ്റ്റിന് എന്ത് മാറ്റാൻ പറ്റും? ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ദിസ് ഈസ് ഫസ്റ്റ് ലൈൻ. ഒരു ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ. ഫസ്റ്റ് ഞാൻ മാറ്റാൻ പോകുന്നത് ഇതിന്റെ ഫേസ് ആണ് മാറ്റാൻ പോകുന്നത്. ഇതിന്റെ ആ ഒരു ഫേസ് മീൻസ് ഇതിപ്പോ ടൈംസ് റോമിലാണ് നിൽക്കുന്നത്. ഇതിന് എനിക്ക് എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ഒരു ഫേസിലോട്ട് മാറ്റണം. മീൻസ് ആ എഴുത്തിന്റെ രീതി മാറ്റണം. കൾച്ചർ റൈറ്റിംഗ് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ എഴുത്തിന്റെ രീതി മാറ്റണം. അപ്പൊ നമുക്ക് അതിനു വേണ്ടി സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഫോണ്ട് ഫാമിലിയാണ് നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഫോണ്ട് ഫാമിലിനകത്ത് ഞാൻ ഇപ്പൊ ഏരിയൽ എന്ന് മാത്രം കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ റീഫ്രഷ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് നോക്കുന്നേ, ആ എഴുത്ത് മാറിയത് കേട്ടോ. ഏരിയൽ കളഞ്ഞിട്ട് ഏരിയൽ കളഞ്ഞിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ടൈംസ് റോമൻ ഏരിയൽ കൊടുക്കുമ്പോൾ അത് കണക്കിപ്പോൾ ഞാൻ അവിടെ സാൻസർഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു ഫേസിലായിരിക്കും വരും. ചെറിയൊരു മാറ്റമുണ്ട്. അത് നമുക്ക് നല്ലോണമൊക്കെ സൂം ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ചെറിയ ചെറിയ മൈന്യൂട്ട് മാറ്റങ്ങൾ വരത്തുള്ളൂ. കൂടുതലും നമ്മൾ ആൾക്കാർ സാൻസർഫ് ആണ് കൊടുക്കുന്നത് ഡിഫോൾട്ടായിട്ടൊക്കെ, കുറച്ചും കൂടി കാണാൻ ഭംഗിക്ക്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഫോണ്ട് ഫാമിലി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോണ്ടിന്റെ സ്റ്റൈലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അത് എനിക്ക് ഫോണ്ടിന്റെ സൈസ് മാറ്റണം. ഈ ഫോണ്ട് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസിന്റെ അത് നമുക്ക് ലാർജർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫോൾട്ട് വാല്യൂ ആണ്, അതിലോട്ട് വരും. സ്മാളർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്ക് വരും. അല്ല നമുക്ക് ഇഷ്ടമുള്ള നമുക്കുള്ള കസ്റ്റമൈറ്റ് വാല്യൂ ആണ് കുറയും. എനിക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 1px ഇട്ട് കൊടുത്തിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ? ഇപ്പൊ എനിക്ക് നല്ല വലുതോട്ട് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? ഒരു 45 കൊടുക്കുക. 45px ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിക്സൽ മാത്രമല്ല ഇഷ്ടം പോലെ വാല്യൂസ് കൊടുക്കും. ഇപ്പൊ എനിക്ക് 1 സെന്റിമീറ്റർ ആണ് വേണമെന്ന് വെച്ചാൽ 1 സെന്റിമീറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ എത്രയാണോ അതിനനുസരിച്ച് വരും. എനിക്ക് 1 ഇഞ്ചിനാണ് വേണമെങ്കിൽ IN ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സോറി 1 കൂടി ഇറങ്ങാം കേട്ടോ.
റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 1 ഇഞ്ച് 1 ഇഞ്ച് വലുതായതുകൊണ്ടാണ് ഇത്രയും വന്നത്. അപ്പൊ പൊതുവെ നമുക്ക് വേണമെങ്കിൽ PT യൂസ് ചെയ്യാം, പോയിന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് യൂസ് ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് 18 കൊടുക്കാൻ നേരത്തെ ഒരുവിധം വലുതായിരിക്കും. നിങ്ങൾ വേർഡൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഈ നമ്മൾ സൈസ് മാറ്റത്തില്ല, അവിടെ പോയിന്റ് ബേസിലാണ് മാറുന്നത്. അല്ലെങ്കിൽ PX യൂസ് ചെയ്യാം. PX ആകുമ്പോൾ പിക്സലിനെ ഡിഫൈൻ ചെയ്തായിരിക്കും പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഫോണ്ട് സൈസ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടം പോലെ സൈസിൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി ഇതിന് ബോൾഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഫോണ്ട് മൈനസ് വെയിറ്റ്. ഇതിനകത്ത് ഞാൻ ഇപ്പൊ ബോൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബോൾഡായിട്ട് വരും. ബോർഡർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിക്ക് വരും. വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നു ഓരോ ഫേസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സാൻസ് റഫിന്റെ അകത്ത് ബോൾഡ് മാത്രമേ കാണത്തുള്ളൂ, ബോർഡർ കാണത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റ് അലൈൻ നോക്കാം. ടെക്സ്റ്റ് അലൈൻ എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റിനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അല്ലെങ്കിൽ സെൻട്രലിലോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. എനിക്ക് ഈ ടെക്സ്റ്റിനെ വേണമെങ്കിൽ റൈറ്റിലോട്ടാകാം, അല്ലെങ്കിൽ സെൻട്രലിലോട്ടാകാം, അല്ലെങ്കിൽ ഡിഫാൾട്ട് ലെഫ്റ്റിലോട്ട് തന്നെ ആക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നെയിമാണ് ടെക്സ്റ്റ് അലൈൻ, ടെക്സ്റ്റ് മൈനസ് അലൈൻ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇപ്പൊ ലെഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, കാരണം ആൾറെഡി ലെഫ്റ്റിലാണ്. പിന്നെ റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും, ഈ ഭാഗത്തായിട്ട് വരും. പിന്നെ സെന്റർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് വരും, ഈ ഭാഗത്തേക്ക് വരും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ അഡീഷണൽ ആയിട്ട് ഒരു വാല്യൂ ഉണ്ട്, ജസ്റ്റിഫൈ എന്ന് പറഞ്ഞ വാല്യൂ കൂടി ഉണ്ട്. ജസ്റ്റിഫൈ എപ്പോഴാണ് വർക്ക് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാരഗ്രാഫ് ടാഗിനകത്ത് തോനെ വേർഡ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റിഫൈ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിഫൈ ഇല്ലെങ്കിൽ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് വരത്തില്ല. കണ്ട ഇവിടെ കണ്ട ഒരു അലൈൻമെന്റ് കണ്ട, ഒരു സ്പേസിങ് കണ്ട വരത്തില്ല. അപ്പൊ ആ സ്പേസിങ് എല്ലാം ഈവൻ ആയിട്ട് എല്ലാത്തിലും കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ടെക്സ്റ്റിന്റെ അകത്ത് ജസ്റ്റിഫൈ യൂസ് ചെയ്യണം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട എല്ലാത്തിനും കറക്റ്റ് സ്പേസിൽ അതെന്ത് ചെയ്യും, കുറച്ചും കൂടി റീഡബിൾ ഫോർമാറ്റിലോട്ട് മാറ്റും. ഈ വേർഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റിഫൈ എന്ന സംഭവം എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഒരു ടെക്സ്റ്റിന് ഷാഡോ എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു വീഡിയോയിൽ ഇമേജിന്റെ ബാക്കിൽ ഷാഡോ സെറ്റ് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഏതെങ്കിലും കൊടുക്കാൻ ടെക്സ്റ്റിന്റെ ബാക്കിൽ ടെക്സ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷാഡോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് ഷാഡോ. ടെക്സ്റ്റ് മൈനസ് ഷാഡോ. ഇതിനകത്ത് 3 വാല്യൂസ് ആണ് എടുക്കുന്നത്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ബ്ലർ, കളർ. അപ്പൊ ആദ്യത്തെ വാല്യൂ എക്സ് ആക്സിസ്, രണ്ടാമത്തെ വാല്യൂ വൈ ആക്സിസ്, മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ ഷാഡോ ആ ഒരു ഷാർപ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ബ്ലർ എന്നാണ് പൊതുവെ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷാഡോ പറഞ്ഞാൽ ബ്ലർനെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ അവസാനം വരുന്ന വാല്യൂ ആണ് കളർ. പിന്നെ ഇവിടെ കൊടുക്കുകയാണ് റെഡ് ആണ്. ഇപ്പൊ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. കുറച്ചും കൂടി സൂം ചെയ്യാം. റീഫ്രഷ് ചെയ്ത് നടക്കില്ല, കാരണം എക്സും വൈയും സെയിം ആയിട്ടിരിക്കും. പിന്നെ പതുക്കെ എക്സിനുണ്ടല്ലോ ഒരു 3 PX കൊടുത്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട എക്സ് ആക്സിസ് അതെനിക്ക് വൈ ആക്സിസും ഇപ്പൊ ഞാൻ ഇപ്പൊ 3 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. ഞാൻ ഇപ്പൊ 6 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം താഴും. കണ്ട 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് വന്നില്ല. നമുക്ക് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി 1 PXും 2 PX ഇട്ട് നോക്കുക. ഒരുവിധം ഒന്നായില്ല, നമുക്ക് 1 PX തന്നെ ഇട്ട് നോക്കുക. ഓക്കെ, ഒരുവിധം അതിന്റെ താഴോട്ട് വന്നിട്ടുണ്ട്. ഈ മൂന്നാമത്തെ വാല്യൂ ബ്ലർനെസ് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് മാക്സിമം ഇപ്പൊ എന്തായിട്ടുണ്ട്, റെഡ് ഷാഡോയിലെ ഹൈലൈറ്റ് ഇട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബ്ലർനെസ് കുറയ്ക്കാൻ വേണ്ടി കുറയ്ക്കാൻ വേണ്ടി ആ വാല്യൂ യൂസ് ചെയ്യാം. ഞാൻ വാല്യൂ കൂട്ടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ ഷാഡോ ബ്ലറായി വരും. എക്സാമ്പിൾ ഞാൻ 10 PX കൊടുക്കണം എന്ന് വെച്ചോ, കണ്ടോ. അപ്പൊ അതിന്റെ വാല്യൂ കുറയ്ക്കുകയാണ്, 4 PX കൊടുക്കണം വെച്ചോ, കേട്ടോ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിന്റെ ഷാഡോ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത നോക്കാൻ പോകുന്നത് ലെറ്റർ സ്പേസിങ് അല്ലെങ്കിൽ വേർഡ് സ്പേസിങ് ആണ്. അപ്പൊ ഇതിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ സ്പേസിങ് കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്പേസിങ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 2 പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ലെറ്റർ സ്പേസിങ് യൂസ് ചെയ്യുന്നത് ലെറ്ററിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂട്ടാൻ അല്ലെങ്കിൽ സ്പേസ് കൂട്ടാൻ വേണ്ടി. വേർഡ് സ്പേസിങ് എന്ന് പറയുമ്പോൾ വേർഡ് തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടാൻ അല്ലെങ്കിൽ അതിന്റെ സ്പേസ് കൂട്ടാൻ വേണ്ടി. പിന്നെ അവിടെ 2 p ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 2 ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് നോക്കാം, ഫസ്റ്റ് ലെറ്റർ സ്പേസിങ് നോക്കാം.
അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നെയിമാണ് ലെറ്റർ മൈനസ് സ്പേസിംഗ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെറ്ററിന്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള സ്പേസ് കൂട്ടാനാണ്, അല്ലെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ലെറ്റർ സ്പേസിംഗ് യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ അതാ ഇവിടെ കൊടുക്കുകയാണ് 10px എന്ന് കൊടുത്ത് ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ നോക്കണം ഈ ഓരോ ലെറ്ററിന് നല്ല ഗ്യാപ്പ് വരും. അപ്പൊ ഇതാണ് ലെറ്റർ സ്പേസിംഗ്. വാല്യൂ കുറയ്ക്കുന്നതനുസരിച്ച് ചേർന്ന് വരും. ഇപ്പൊ ഞാൻ -10 കൊടുക്കണമെങ്കിൽ കണ്ട ചേർന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ലെറ്റർ സ്പേസിംഗ് യൂസ് ചെയ്ത് ഓരോ വേർഡിന്റെ ഗ്യാപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം കേട്ടോ. ഞാൻ എനിക്ക് വേണമെങ്കിൽ 4 കൊടുക്കാം. കൊടുക്കുന്ന പിക്സലിനനുസരിച്ചായിരിക്കും ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ലെറ്റർ സ്പേസിംഗ്. അടുത്ത നോക്കാൻ പോകുന്നത് വേർഡ് സ്പേസിംഗ്. വേർഡ് സ്പേസിംഗ് എന്ന് പറയുമ്പോൾ ഓരോ വേർഡ് തമ്മിലുള്ള സ്പേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യണത് വേർഡ് സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ വേർഡ് മൈനസ് സ്പേസിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നെയിം ഉണ്ട്. അതിൻ്റെ അത് ഇതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കുക. ഞാൻ 14px എന്ന് കൊടുത്തിട്ട് റീഫ്രഷ് ചെയ്യും. കണ്ട മൈനസ് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വർക്കാവുന്നത്. എല്ലാം ചേർന്ന് വരും. പോസിറ്റീവ് നമ്പർ കൊടുക്കുന്നെങ്കിൽ എല്ലാം അതിനനുസരിച്ച് അത്രയും സ്പേസ് ഇട്ടു. അപ്പൊ ഇതാണ് സ്പേസിങ്. ഇതിൻ്റെ അത് തോന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത്. ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് റൊട്ടേറ്റ് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ലെറ്റർ സ്പേസിങ് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിനെ എനിക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. ടെക്സ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നെയിമാണ് ട്രാൻസ്ഫോം. ഈ ട്രാൻസ്ഫോമിന്റെ അകത്ത് റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം, എത്ര ഡിഗ്രിയാണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളത് അത് പറഞ്ഞു കൊടുക്കണം. എനിക്കിപ്പോൾ 90 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ 90 ഡിഗ്രി DEG എന്ന് കൊടുക്കുക. ഇനി ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെ നമുക്കൊന്ന് അറിയാൻ വയ്യ, 10 ഇട്ട് നോക്കാം. തോന്നുന്നു 90 എനിക്ക് തോന്നുന്നു അങ്ങ് വിളവാരം വരെ പോയെന്ന് തോന്നുന്നു. നമുക്ക് 2 BR എന്ന് പറയുമ്പോൾ NB ടാഗാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ലൈനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. BR റീഫ്രഷ് ചെയ്യുക. ആട്ടാണ്ട് ഇനി നമുക്ക് 90 ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതോ അങ്ങ് വന്നു കേട്ടോ. കുറച്ചും കൂടി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നെയിമാണ് ട്രാൻസ്ഫോം. ട്രാൻസ്ഫോമിനകത്ത് റൊട്ടേറ്റ് എന്ന മെത്തേഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ 20px കൊടുക്കണമെങ്കിൽ 20 ഡിഗ്രി എന്ന് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് റൊട്ടേറ്റ് ആവും. അപ്പൊ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നമുക്കൊരു ടെക്സ്റ്റിന് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റിന് ഔട്ട്ലൈൻ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് നമുക്ക് വേണ്ടത് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, ഒരു ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റിന് പുറകിൽ ബാക്ക്ഗ്രൗണ്ട് വരും, ചുവപ്പായിട്ട് വരും, ടെക്സ്റ്റ് ആണ്. എനിക്ക് എന്ത് മാത്രം മതി, ഇതിന്റെ ഔട്ട്ലൈൻ മാത്രം എന്തായത് മതി, ചുവപ്പ് കളർ കാണിച്ചാൽ മതി. അപ്പൊ അതിന് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഔട്ട്ലൈറ്റിൻ്റെ അകത്ത് 3 വാല്യൂസ് ആണ്. ആദ്യത്തെ വാല്യൂ അതിന്റെ തിക്നെസ്, രണ്ടാമത്തെ ടൈപ്പ് വേണമെന്ന്, പിന്നെ കളർ. ഇനി ഞാൻ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട പിന്നെ ഔട്ട്ലൈൻ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഔട്ട്ലൈനും ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന് കുറച്ചും കൂടി ഗ്യാപ്പ് വേണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, പാഡിങ് 10px എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്യാപ്പ് വരും. ഇപ്പൊ പാഡിങ് എന്ന് പറയുമ്പോൾ ഈ കണ്ടന്റിന്റെ ബോർഡറിന്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് പാഡിങ് എന്ന് പറയുന്നത്. 10 എന്ന് പറയുമ്പോൾ ടോപ്പിൽ നിന്ന് 10, റൈറ്റ് നിന്ന് 10, ബോട്ടത്തിൽ നിന്ന് 10, ലെഫ്റ്റ് നിന്ന് 10, എല്ലാ അറ്റത്തു നിന്നും 10 വെച്ച് കുറച്ച് വരും. നമുക്ക് വേണമെങ്കിൽ 5 കൊടുക്കാം. ഇപ്പൊ ഒരു ടെക്സ്റ്റിന് ഔട്ട്ലൈൻ വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇതേപോലെ ഔട്ട്ലൈൻ സെറ്റ് ചെയ്യാം. അല്ല ഇനി ബാക്ക്ഗ്രൗണ്ട് കളറാണ് വേണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ടെക്സ്റ്റ് BG നമുക്ക് നോക്കാം, സ്റ്റൈലിനകത്ത് ഏത് കൊടുത്താൽ മതി, ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊടുത്താൽ മതി. ഇതിലും ഇപ്പൊ ആ ഒരു ഗ്യാപ്പ് വരണമെങ്കിൽ ഇവിടെ പാഡിങ് കൊടുത്താൽ മതി. പാഡിങ് എന്ന് പറയുമ്പോൾ കണ്ടന്റും ആ കണ്ടന്റിന്റെ ബോർഡറിന്റെ ഉള്ള ഗ്യാപ്പിനെയാണ് പാഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് ഓരോ സംഭവങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, ആൾറെഡി HTML ലിസ്റ്റ് പഠിച്ചിട്ടുണ്ട്. 3 ടൈപ്പ് ലിസ്റ്റാണ് HTML ഉള്ളത്. ഒന്ന് ഓർഡേഡ് ലിസ്റ്റ്, 2 അൺഓർഡേഡ് ലിസ്റ്റ്, 3 ഡെഫിനിഷൻ ലിസ്റ്റ്.
അപ്പൊ നമ്മൾ ലിസ്റ്റിലുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ കൺസെപ്റ്റിന്റെ പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ്. ആ കൺസെപ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ ഒരു ലിസ്റ്റിനുള്ളിൽ വേറൊരു ലിസ്റ്റ് വരുന്നെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാം, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയാം. എത്ര വേണമെങ്കിലും നമുക്ക് നെസ്റ്റ് ചെയ്ത് പോവാം. ഒരു ലിസ്റ്റിനുള്ളിൽ വേറൊരു ലിസ്റ്റ് വരുന്നെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അതിനെ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ അകത്ത് ഔട്ട്പുട്ട് നോക്കും. അത് ഞാൻ എന്ത് ചെയ്തിട്ട് ഒരു അൺഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അൺഓർഡർ ലിസ്റ്റിന്റെ അകത്ത് എന്ത് ചെയ്ത് വീണ്ടും ഒരു സബ് ആയിട്ട് ഞാൻ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അടുത്തതിന്റെ അകത്ത് അൺഓർഡർ ലിസ്റ്റിനകത്ത് വീണ്ടും ഒരു അൺഓർഡർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട UL ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് അതിന്റെ അകത്ത് ആദ്യത്തെ ലിസ്റ്റ് എലമെന്റിൽ ഒരു തലക്കെട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്ത് ഞാൻ ഒരു UL ടാഗ് ആഡ് ചെയ്ത്, എന്നിട്ട് അടുത്ത ലിസ്റ്റ് ഇപ്പൊ ഈ LIയുടെ പേരന്റ് UL ആയിരിക്കും, ഈ LIയുടെ പേരന്റ് UL ആയിരിക്കും. പക്ഷെ ഈ LIയുടെ പേരന്റ് ആരായിരിക്കും, OL ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് സബ് കോണ്ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ചാപ്റ്റർ 1 അതിൻ്റെ അകത്ത് ഓരോരോ സബായിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് സബായിട്ട് ഇന്ന അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഓയിൽ ടാഗ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഞാൻ കൊടുത്ത് കാർസ് എന്ന് കൊടുത്ത് ഞാൻ റീഫ്രഷ് ചെയ്ത് ആദ്യത്തെ കാറായി. എന്നിട്ട് എന്ത് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഏത് ക്രിയേറ്റ് ചെയ്തു, ഒരു UL ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊന്ന് കൊടുത്ത് BMW ഇവിടുത്തൊന്ന് കൊടുക്കുകയാണ്. LIക്കകത്ത് ബെൻസ്. ഞാൻ അതെനിക്ക് എന്ത് ചെയ്യണം, ഇതാണ് ആദ്യത്തെ എലമെന്റ്. അതെനിക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് എന്ത് കൊടുത്ത് തലക്കെട്ട് കൊടുക്കുക. ഞാൻ ഇപ്പൊ CPU എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഓർഡർ ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓർഡർ ലിസ്റ്റിനകത്ത് LIക്കകത്ത് ഇന്റൽ, അതെനിക്ക് എന്തോ ചെയ്യാം AMD. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ടൈപ്പ് ABC മാറ്റിയിട്ട് നമുക്ക് 1 2 3 മാറ്റി എഴുതി കൊടുക്കാം. ABC കൊടുക്കും, റീഫ്രഷ് ചെയ്ത്. വേണമെങ്കിൽ ഇതിന്റെ മെയിൻ സംഭവം എന്ത് ചെയ്യാം, നോക്കണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. വേണമെങ്കിൽ ഇത് കട്ടിക്ക് ബിന്റെ അകത്ത് നമുക്ക് കൊടുക്കാം, കാർന്ന് കൊടുക്കാം. ഇതും അതാണ് കട്ട് ചെയ്തിട്ട് B ടാഗിന്റെ ഉള്ളിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഇതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിനുള്ളിൽ വേറൊരു ലിസ്റ്റ് എഴുതുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് എഴുതാം. ഇത് പല കോമ്പിനേഷനിൽ വരാം. ഓയിലിനകത്ത് UL വരാം, ULനകത്ത് ഓയിൽ വരാം, DLനകത്ത് ഓയിലിന് ULും വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. നിങ്ങളെ കോൺടെക്സ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓരോന്നും മാറ്റി മാറ്റി ചെയ്തിരിക്കാൻ പറ്റും. ഇപ്പൊ നെസ്റ്റഡ് ലിസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ലിസ്റ്റിനകത്ത് വേറൊരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെന്താ പറയാം, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയാം.